ദേവതയായി ഞാൻ മാറുന്നു
ദേഹം തെളിയുന്നു, മാലാഖയായി മാറുന്നു. ഇപ്പോൾ ബാപ്ദാദ ഏത് ഡ്രില്ലാണ് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നത്? ഒരു സെക്കൻഡിൽ ശാന്തിയുടെ
ശക്തിയുടെ സ്വരൂപമായി മാറൂ. एकाग्र बुद्धि, एकाग्र मन, മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കൂ.
अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ഓം ശാന്തി. ഇന്ന് സൺഡേ ബാബയുടെ അവ്യക്തമധുര മഹാവാക്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഈ അവ്യക്ത മഹാവാക്യം ബാബ പരിസ്ഥാസ്ഥിതിയെക്കുറിച്ച് പറയുന്നതാണ്. മനസ്സ് ശുദ്ധവും ബുദ്ധി വളരെ സ്പഷ്ടവുമായ ഡബിൾ ലൈറ്റ് സ്ഥിതി. കർമ്മക്ഷേത്രത്തിലെ ബാബ പറഞ്ഞ ഈ സ്ഥിതി ഉണ്ടാക്കിയെടുക്കണം. ആത്മബോധത്തിൽ വരുന്നത് ഒരു പ്രാക്ടീസാണ്. ആത്മബോധം കൊണ്ട് ഉണ്ടാകേണ്ട കർമ്മക്ഷേത്രത്തിലെ അവസ്ഥയാണ് ബാബ പറയുന്ന കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ കർമ്മയോഗി ഫരിസ്ഥയായിരിക്കണം. അതൊരു നാച്ചുറൽ നേച്ചറായി മാറണമെന്ന് പറയണം ബാബ. ബാബയിൽ നമുക്ക് കേൾക്കാം. 15/2/2000 മുരളികൾ
റിവിഷനായിക്കൊണ്ടിരിക്കുകയാണ്. मन को स्वच्छ, बुद्धि को क्लियर रख, डबल लाइट ഫരിസ്താ സ്ഥിതി का अनुभव करो. മനസ്സിനെ ശുദ്ധവും ബുദ്ധിയെ സ്പഷ്ടവുമാക്കി ഡബിൾ ലൈറ്റ് ഫരിസ്താ സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. आज बाप दादा अपने स्वराज्याधिकारी बच्चों को देख रहे हैं. बाप दादा സ്വരാജ്യാധികാരികളായ തൻ്റെ മക്കളെ കാണുകയായിരുന്നു. എന്താ സോമാനം? ബാബ എങ്ങനെ മക്കളെ കാണുന്നേ? സ്വരാജ്യാധികാരി. ആത്മാവ് രാജാവിനെ പോലെ ഇരുന്നുകൊണ്ട് ശരീരമാകുന്ന രാജ്യത്തിലെ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് പോകുന്ന മക്കളെയാണ് ബാബ നോക്കിയത്. സ്വരാജ്യ ബ്രാഹ്മൺ ജീവൻ കാ ജനം സിദ്ധാധികാർ ഹൈ. സ്വരാജ്യാധികാരമാണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ജന്മാവകാശം, ബർത്ത് റൈറ്റ്. ജന്മം എടുത്തപ്പോൾ തന്നെ ബാബ തന്ന പവർ അതാണ്, സ്വരാജ്യാധികാരിയായിരിക്കുക. ബാപ് ദാദനെ ഹരേക് ബ്രാഹ്മൺ കോ, ബാപ് ദാദ നമ്മൾ ഓരോ ബ്രാഹ്മണാത്മാക്കൾക്കും സ്വരാജ്യത്തിൻ്റെ സിംഹാസനം തന്നിട്ടുണ്ട്. സ്വരാജ്യത്തിൻ്റെ അധികാരം ജന്മമെടുത്തപ്പോൾ തന്നെ ഓരോ ബ്രാഹ്മണർക്കും പ്രാപ്തമായിരിക്കുകയാണ്. എത്രത്തോളം സ്വരാജ്യ അധികാരത്തിൽ സ്ഥിതി ചെയ്യുന്നു അത്രത്തോളം തൻ്റെ ലൈറ്റ് മൈറ്റ് സ്ഥിതിയുടെ അനുഭവം ചെയ്യും. എന്താ പറഞ്ഞ ബാബ? സ്വരാജ്യാധികാരിയാണെങ്കിൽ ലൈറ്റും മൈറ്റും അനുഭവിക്കും. ബാപ് ദാദ ഇന്ന് തൻ്റെ ഓരോ മക്കളുടെയും നെറ്റിത്തടത്തിൽ പ്രകാശത്തിൻ്റെ കിരീടം നോക്കുകയായിരുന്നു. പ്രകാശ കിരീടം എത്രത്തോളം ശക്തി ധാരണ ചെയ്തിട്ടുണ്ടോ അത്രത്തോളം പ്രകാശത്തിൻ്റെ കിരീടത്തിന് തിളക്കമുണ്ടാക്കും. പറഞ്ഞ ബാബ, മൈറ്റ് എത്രയുണ്ടോ അത്രയും നമ്മളിൽ നിന്ന് ലൈറ്റ് വന്നുകൊണ്ടിരിക്കുക. ശക്തി എത്രയുണ്ടോ അത്രയും വെളിച്ചം. ബാബ തൻ്റെ മക്കൾക്കെല്ലാവർക്കും സർവശക്തികളും അധികാരമായി തന്നു കഴിഞ്ഞു. മക്കൾ ഓരോരുത്തരും മാസ്റ്റർ സർവശക്തിവാനാണ്. എന്നാൽ ധാരണ ചെയ്യുന്ന കാര്യത്തിൽ മക്കൾ സംഖ്യാക്രമമാണ്. ബാബ്ദാദ കാണുന്നുണ്ട് സർവശക്തികളുടെയും നോളജ്, സർവശക്തികളുടെയും അറിവ് എല്ലാ മക്കൾക്കുണ്ട്. ശക്തികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും എണ്ണി പറയും. ശക്തികൾ ധാരണ ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഒരു കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഇതിലാണ് അന്തരം. ഏതൊരു ബ്രാഹ്മണൻ ഏതൊരു ബിക്കയോട് ചോദിച്ചാലും ഓരോ ശക്തികളും അവനെ എണ്ണി എണ്ണി വർണ്ണിക്കും. എല്ലാവരും നല്ലതുപോലെ വർണ്ണിക്കും. പ്രാപ്തികളുടെ വർണ്ണനയും നല്ലതുപോലെ കുട്ടികളെ ചെയ്യും. ബിക്കെ ജീവിതത്തിൽ എനിക്ക് എന്തൊക്കെ പ്രാപ്തിയുണ്ട്, എന്തെല്ലാം ശക്തികളുണ്ട്. പക്ഷേ ബാബ പറയുന്ന വ്യത്യാസം ഏത് കാര്യത്തിലാണ്? ഏത് സമയത്ത് ഏത് ശക്തി കാര്യത്തിൽ ഉപയോഗിക്കണമോ ആ സമയത്ത് ആ ശക്തിയെ കാര്യത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഇതാണ് അന്തരം എന്ന് പറയണ ബാബ. ശക്തി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെല്ലാം എണ്ണി എണ്ണി പറയും. ഓരോ ശക്തി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ അതും പറയും. പക്ഷെ സ്വന്തം ജീവിതത്തിൽ സമസ്യകൾ വരുമ്പോൾ, സാഹചര്യങ്ങൾ വരുമ്പോൾ ഏത് സമയത്ത് ഏത് ശക്തിയെ കാര്യത്തിൽ ഉപയോഗിക്കണോ അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. സമസ്യ കടന്നു പോയതിനു ശേഷം പിന്നെ ഫീൽ ചെയ്യും, ഓ ഈ ശക്തിയുടെ ആവശ്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ബാബ കുട്ടികളോട് പറയുകയാണ്, സർവശക്തികളും സമ്പത്ത്, സർവശക്തികളും മക്കൾക്ക് സ്വത്തായി ബാബ തന്നിട്ടുണ്ട്. ഇത്രയും ശക്തിശാലികളാണ് മക്കള്. जो कोई भी समस्या आपके आगे ठहर नहीं सकता.
ബാബ പറയുന്ന കുട്ടികളുടെ മുന്നിൽ ഒരു സമസ്യക്ക് വന്നിരിക്കാൻ പറ്റില്ല. സമസ്യക്ക് അങ്ങനെ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ പറ്റില്ലേ പറയാ ബാബ. സമസ്യ വരും, പക്ഷേ ബാബ പറയണേ അധികകാലം നിൽക്കാൻ പറ്റില്ല. സമസ്യാമുക്തരായി മാറാൻ കഴിയും. സിർഫ് സർവശക്തിയും കോ യമാർജ് രൂപമേ സ്മൃതി മേ രഖോ. ചെയ്യേണ്ടത് എന്താ? ശക്തികളെ സ്മൃതിയിൽ, ഓർമ്മയിലേക്ക് കൊണ്ടുവരൂ പറയാ ബാബ. ഉപയോഗിക്കൂ, കാര്യങ്ങളിൽ ഉപയോഗിക്കൂ, സമയത്ത് കാര്യങ്ങളിൽ ഉപയോഗിക്കൂ. ഇതിനു വേണ്ടി തൻ്റെ ബുദ്ധിയുടെ ലൈൻ ക്ലിയർ ആക്കി വയ്ക്കൂ. ഇത് ചെയ്യണം. ബുദ്ധിയുടെ ലൈൻ ക്ലിയർ ആയിരിക്കണം. ബുദ്ധിയുടെ ജോലി എന്താണ്? നിർണയം ചെയ്യുക. അപ്പം ഏത് സമയത്ത് ഏത് ശക്തി എത്രത്തോളം ആവശ്യമുണ്ടോ ആ സമയത്ത് കാര്യത്തിൽ ഉപയോഗിക്കണമെങ്കിൽ ബുദ്ധി ക്ലിയർ ആയിരിക്കണം എന്ന് പറയാം ബാബ. ക്ലീൻ ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അപ്പോഴേ നിർണയ ശക്തി തീവ്രമായിട്ട് പെട്ടെന്ന് നല്ല നിർണയങ്ങൾ എടുക്കാൻ അപ്പോഴേ കഴിയും. അപ്പോഴേ ശക്തിയെ സമയത്ത് കാര്യത്തിൽ ഉപയോഗിക്കാൻ കഴിയും. ക്യോങ്കി സമയക്കെ പ്രമാൺ ബാപ്ദാദ ഹരേക്ക് ബച്ചേക്കോ. എന്തുകൊണ്ടെന്നാൽ ബാബ പറയണേ, ബാബ ഓരോ കുട്ടികൾക്കും സമയമനുസരിച്ച് വിഘ്നമുക്തരാകാൻ, സമസ്യാമുക്തരാകാൻ, പരിശ്രമം, കഷ്ടപ്പാടിൽ നിന്ന് മുക്തമായി പുരുഷാർത്ഥം ചെയ്യണം. പുരുഷാർത്ഥത്തിനായി മക്കൾ കഷ്ടപ്പെടുന്നത് ബാബ കാണാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ബാബ പറഞ്ഞ് വിഘ്നമുക്തരായി മക്കളെ കാണാൻ ആഗ്രഹിക്കുന്നു, സമസ്യാമുക്തരായി കാണാൻ ആഗ്രഹിക്കുന്നു. പുരുഷാർത്ഥത്തിനാണെങ്കിൽ പോലും കഷ്ടപ്പെടുന്നത് ബാബ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ബന്നാത്ത സബ്കോ ഹി, എല്ലാവർക്കുമായി തീരണം. പക്ഷേ വളരെ കാലത്തെ, നീണ്ട കാലത്തെ അഭ്യാസം ഇതിനെല്ലാം ആവശ്യമാണ്. ബ്രഹ്മ ബാബ കാ വിശേഷ സംസ്കാർ ദേഖ. ഇന്ന് ബാബ ബ്രഹ്മ ബാബയുടെ ഒരു വിശേഷ ഗുണം പറയാണ്. ബ്രഹ്മ ബാബയിൽ ഉണ്ടായിരുന്ന വിശേഷ സംസ്കാരമായിരുന്നു തുരന്ത് ദാൻ മഹാപുണ്യം. ദാനം പെട്ടെന്ന് ചെയ്യണം. എന്ത് ചെയ്യണോ, ചെയ്യേണ്ട കാര്യങ്ങൾ ഉടൻ ചെയ്യണം. ഉടൻ ചെയ്ത് മഹാപുണ്യം നേടുക. ബ്രഹ്മബാബയുടെ ഒരു സ്പെഷ്യാലിറ്റി ദാദിമാരെപ്പോഴും പറയും, ഒരു കാര്യവും ബാബ മാറ്റിവെക്കില്ല. സമയത്ത് ചെയ്യും, സമയത്തിന് മുൻപേ ചെയ്യുക, പെട്ടെന്ന് ചെയ്യുക. ജീവൻ കെ ആരംഭസെ ഹർ കാര്യമേ. ബ്രഹ്മബാബയുടെ തുടക്കം മുതൽ, ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഓരോ കാര്യത്തിലും ബാബ ഈ സ്ലോഗൻ തുരന്ത് ദാൻ, എന്ത് ചെയ്യണമോ നല്ല കാര്യങ്ങൾ ഉടൻ ചെയ്യുക. ഉടൻ ബാബ ആക്ഷനിലേക്ക് വരുമായിരുന്നു. ബ്രഹ്മബാബയുടെ നിർണയശക്തിയും വളരെ സ്പീഡുള്ളതായിരുന്നു. ബാബ് ദാദ റിസൾട്ട് നോക്കുകയായിരുന്നു. കാരണം ബാബയ്ക്ക് മക്കളെ എല്ലാം കൂടെ കൊണ്ടുപോകണമല്ലോ. മക്കളുടെ എല്ലാം ജീവിതത്തിൻ്റെ റിസൾട്ട് ബാബ പരിശോധിക്കുകയായിരുന്നു. ബാബ് ദാദയുടെ കൂടെ പോകണ്ടേ? അതോ നിങ്ങൾ പിന്നിൽ വരുന്നവരാണോ? ആരാണ്? ബാബജിക്കണ കൂടെ പോകണ്ട, ഒപ്പം പോകണമെങ്കിൽ ബ്രഹ്മ ബാബയെ ഫോളോ ചെയ്യൂ. കർമ്മത്തിൽ ബ്രഹ്മ ബാബയെ ഫോളോ ചെയ്യുക. സ്ഥിതിയിൽ നിരാകാരനായ ശിവപിതാവിനെ ഫോളോ ചെയ്യുക. ഫോളോ ഫാദർ എന്നല്ല എപ്പോഴും പറയുക ബാബ. കർമ്മത്തിൽ ബ്രഹ്മ ബാബയെയും, അവസ്ഥ സ്ഥിതിയിൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ശിവബാബയെ പോലെ. അപ്പോൾ ബാബജിക്കിനെ ഫോളോ ചെയ്യാൻ അറിയുമോ മക്കൾക്ക്? അവിടെ മുന്നിൽ ഡബിൾ വിദേശി കുട്ടികളുണ്ടായിരുന്നു. വിദേശി കുട്ടികൾക്ക് ഫോളോ ചെയ്യാൻ അറിയുമോ? ഫോളോ ചെയ്യാൻ സഹജമല്ലേ? ഫോളോ ചെയ്താൽ മതിയെങ്കിൽ പിന്നെ എന്തുകൊണ്ട്, എങ്ങനെ? ഈ ചോദ്യങ്ങൾ പാപ്പന് പിന്നെ ഇല്ലല്ലോ ഈ ചോദ്യം. और सबको अनुभव है कि व्यर्थ संकल्प के निमित्त. ബാബ പറയുന്ന വ്യർത്ഥമുണ്ടാക്കുന്നത് ഈ ചോദ്യങ്ങളാണ്. ഏത് ചോദ്യം? എന്തുകൊണ്ട്, എങ്ങനെ? ഈ ചോദ്യങ്ങളാണ് വ്യർത്ഥ സങ്കല്പങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത്. ഫോളോ ഫാദർ മേ
ശിവബാബയും ബ്രഹ്മബാബയും അനുകരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഈ ബാബ പറയണ എന്തുകൊണ്ടെന്നുള്ള ചോദ്യങ്ങൾ അവസാനിക്കും. എങ്ങനെ എന്ന ചോദ്യമില്ല, ഇങ്ങനെ ചെയ്യൂ. കാരണം ശിവബാബ പറഞ്ഞു, ബ്രഹ്മബാബ നടന്ന് കാണിച്ചു. അതിനെ മക്കൾ ഫോളോ ചെയ്താൽ മതി. ബുദ്ധിയിൽ ഉടൻ ജഡ്ജ്മെൻ്റ് നടക്കണം. ഏത് സാഹചര്യം വന്നാലും ബുദ്ധി ഉടൻ നിർണയം ചെയ്യണം. ഐസേ ചലോ ഐസേ കൊറു. ബ്രഹ്മബാബ ഈ സിറ്റുവേഷൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് എനിക്കും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ബാപ്ദാദ ഇന്ന് വിശേഷിച്ചും തൻ്റെ മക്കൾക്ക് ബാബ പറയണ, ബാബയുടെ മുന്നിലപ്പോൾ ഫസ്റ്റ് ടൈം വന്ന കുട്ടികൾ ധാരാളം ഉണ്ടായിരുന്നു മധുബനത്തിൽ. പഴയ കുട്ടികളാകട്ടെ പുതിയവരാകട്ടെ എല്ലാവർക്കും ബാബ ഒരു സൂചന തരികയാണ്. അപ്നെ മൻകോ സ്വച്ഛ രഖോ. തൻ്റെ മനസ്സിനെ സംശുദ്ധമാക്കൂ, ശുദ്ധമാക്കൂ. बहुतों के मन में अभी भी व्यर्थ और नेगेटिव के दाग छोटे बड़े हैं. എന്താ പറഞ്ഞ ബാബ? വളരെയധികം കുട്ടികളുടെയും മനസ്സിൽ എപ്പോഴും വ്യർത്ഥവും നെഗറ്റീവും കറ പോലെയുണ്ട്. വ്യർത്ഥവും നെഗറ്റീവും കറ പോലെ. ചിലത് ചെറിയ കറകളാണ്, ചിലത് വലിയ കറകളാണ്. ആ കാരണത്താൽ പുരുഷാർത്ഥത്തിൻ്റെ സ്പീഡ് ബാബ പറയുന്നത് ചിലർക്ക് ശ്രേഷ്ഠമായ സ്പീഡാണ്. പക്ഷെ തീവ്രഗതിയിൽ തടസ്സങ്ങൾ വരികയാണ്. തീവ്രഗതിയിലാണ് മക്കളെ പോകേണ്ടത്. പക്ഷെ അതിന് തടസ്സം വരുന്നത് എന്താണ്? ഈ കറകൾ കാരണമാണ്. വ്യർത്ഥവും നെഗറ്റീവിൻ്റെയും കറ. ബാപ്ദാദ സദാ മക്കൾക്ക് ശ്രീമതം തന്നുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, മനസ്സിൽ സദാ ഓരോ ആത്മാവിനെ പ്രതിയും ശുഭഭാവനയും ശുഭപ്രതീക്ഷയും കാത്തു സൂക്ഷിക്കൂ. അങ്ങനെയുള്ള മനസ്സിൻ്റെ പേരാണ് ശുദ്ധമായ മനസ്സ്. എന്താ ശുദ്ധമായ മനസ്സിൻ്റെ പരിഭാഷ? ആരുടെ മനസ്സിലാണോ ഓരോരോ ആത്മാവിനെ പ്രതിയും സദാ ശുഭാവനയും ശുഭപ്രതീക്ഷയും ഉള്ളത്. അപകാരിക്കും ഉപകാരം ചെയ്യുന്ന മനോഭാവം. അപകാരിക്കും ഉപകാരം ചെയ്യുന്ന മനോഭാവം ആർക്കുണ്ടോ ആ മനസ്സിൻ്റെ പേരാണ് ശുദ്ധമായ മനസ്സ്. സ്വയത്തെ പ്രതിയാണെങ്കിലും മറ്റുള്ളവരെ പ്രതിയാണെങ്കിലും വ്യർത്ഥ സങ്കല്പങ്ങൾ വരുന്നുവെങ്കിൽ ആ മനസ്സിനെ ശുദ്ധമായ മനസ്സെന്ന് പറയില്ല. ശുദ്ധമായ മനസ്സ് ക്ലിയറായ ബുദ്ധി. എന്താ ഫരിസ്ത സ്ഥിതി? അപ്പം പറയണ ശുദ്ധമായ മനസ്സ് ക്ലിയറായ ബുദ്ധി. ഇനി അവരവരെ പരിശോധിക്കൂ. പറയാ ബാബ, അപ്നെ ആപ്കോ അറ്റൻഷൻ സേ ദേഖോ. അവരവരെ ശ്രദ്ധയോട് കൂടിയിട്ട് വീക്ഷിക്കൂ. മേലെന്ന് നോക്കിയാൽ പോരാ. ഞാനൊക്കെ ശരിയാന്ന് മേലെന്ന് നോക്കരുത്. അവരവരെ സ്പഷ്ടമായി ബാബ പറയണേ പരിശോധിക്കൂ. പറയണ ബാബ, വളരെ നല്ലതുപോലെ ആലോചിച്ച് ബാബ പറഞ്ഞ സ്വപരിശോധന ചെയ്യൂ. എൻ്റെ മനസ്സും ബുദ്ധിയും സ്പഷ്ടമാണോ, ശ്രേഷ്ഠമാണോ? അപ്പോൾ ഡബിൾ ലൈറ്റ് സ്ഥിതി ഉണ്ടാകും. സ്പഷ്ടമാണോ മനസ്സും ബുദ്ധിയും? ശ്രേഷ്ഠമാണോ, സ്പഷ്ടമാണോ? അപ്പോൾ ഡബിൾ ലൈറ്റ് സ്ഥിതിയിലിരിക്കാൻ കഴിയും. ബാബയ്ക്ക് സമാന സ്ഥിതി ഉണ്ടാക്കാനുള്ള സഹജമായ മാർഗമേ ഇതാണ്. ഈ അഭ്യാസം അവസാനം ഉണ്ടാകേണ്ടതല്ല, നീണ്ട കാലത്തെ പ്രാക്ടീസ് ആവശ്യമുണ്ട്. അതിനാൽ കുട്ടികൾ പരിശോധിക്കൂ. അവരവരെ പരിശോധിക്കണം, മറ്റുള്ളവരെ നോക്കലല്ല. ബാപ്ദാദ മുൻപ് നിങ്ങൾ കുട്ടികളോട് തമാശയായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. ഏത് കാര്യം? ചില കുട്ടികൾക്ക് ബാബ പറയണേ ദൂരെയുള്ളത് കാണാൻ പറ്റും, ഏറ്റവും അടുത്തുള്ളത് കാണാൻ പറ്റില്ല. സാധാരണ നമ്മൾ പറയില്ലേ ഷോർട്ട് സൈറ്റ് ലോങ് സൈറ്റ് എന്നൊക്കെ കണ്ണിൻ്റെ കാര്യത്തിൽ പറയല്ലോ. അതുപോലെ ബാബ പറയണേ എൻ്റെ മക്കൾക്ക് ദൂരെയുള്ളതെല്ലാം സ്പഷ്ടമാണ്, ഏറ്റവും അരികിലുള്ളത് കാണാൻ പറ്റുന്നില്ല.
നമുക്ക് ഏറ്റവും അരികിലുള്ളതാരാണ്? നമ്മൾ തന്നെയാണ്. അപ്പോൾ ബാബ പറയണത് നമ്മൾ നമ്മളെ മാത്രം നോക്കുന്നില്ല, നമ്മുടെ ദൂരെയുള്ള മറ്റുള്ളവരെയെല്ലാം ചെക്ക് ചെയ്യും. ചെക്കിങ്ങിൽ കുട്ടികൾ വീക്കാണ് പറയണ ബാബ. മറ്റുള്ളവരെ നോക്കും, സ്പഷ്ടമായി കാണും, വിലയിരുത്തും. പക്ഷേ ബാബ പറയണ അവരവരെ സ്പഷ്ടമായി നോക്കുന്നതിലും വിലയിരുത്തുന്നതിലും കുട്ടികൾ ദുർബലരാണ്. മറ്റുള്ളവരെ ജഡ്ജിനെ പോലെ വളരെ വേഗം വിലയിരുത്താൻ മിടുക്കരാണ് മക്കള്. अपने को ചെക്ക് करने में कमज़ोर नहीं बनना. ബാബ പറയുന്ന സ്വപരിശോധനയുടെ കാര്യത്തിൽ എൻ്റെ മക്കള് ദുർബലരാകരുത്. बाप दादा ने पहले भी कहा कि जैसे अब ये पक्का हो गया है कि मैं ब्रह्मा कुमार हूँ, ब्रह्मा कुमारी हूँ. ബാബ ചോദിക്കണേ, ഈ പാഠം നിങ്ങൾക്ക് പക്കയല്ലേ? ഞാനൊരു ബ്രഹ്മകുമാരനാണ് അല്ലെങ്കിൽ ബ്രഹ്മകുമാരിയാണ്. ഇത് ഉറച്ച കാര്യമാണല്ലോ. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും നിങ്ങൾ എവിടെ ചുറ്റിക്കറങ്ങിയാലും ബാബ പറയണേ, നിങ്ങളുടെ ഉള്ളിൽ അന്തരാത്മാവിൽ ഈ ബോധമുണ്ടല്ലോ, ഞാൻ ഒരു ബിക്കയാണ്, ഞാൻ ബ്രഹ്മകുമാരനാണ്, ബ്രഹ്മകുമാരിയാണ്, ഒരു ബ്രാഹ്മണ ആത്മാവാണ്. ഐസെ അഭി ഇത് ഉള്ളിൽ പതിഞ്ഞിരിക്കുന്നത് പോലെ ഇപ്പോൾ നാച്ചുറലായി സ്വാഭാവിക സ്മൃതി സ്വഭാവമായി മാറണം. ഞാൻ ഫരിസ്തയാണ്, ഞാൻ ഫരിസ്തയാണ്. അമൃതവേളയിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ പാഠം പക്കയാക്കൂ. ഞാൻ മാലാഖയാണ്. പരമാത്മാവിൻ്റെ ശ്രീമതപ്രകാരം മാലാഖയായ ഞാൻ മുകളിൽ നിന്ന്, പരംധാമത്തിൽ നിന്ന് ഈ സാകാര ശരീരത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്തിന്? കർമ്മക്ഷേത്രത്തിൽ എല്ലാവർക്കും സന്ദേശം നൽകുന്നതിന്, അഥവാ ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്നതിന്. ജോലികളൊക്കെ പൂർത്തിയായി അപ്നെ ശാന്തിക്ക് സ്ഥിതിയുമേ. എന്ത് ചെയ്യാനുള്ള ജോലിയുണ്ടോ ജോലികൾ ചെയ്തു കഴിഞ്ഞ ഉടൻ തൻ്റെ ശാന്തി സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യൂ. ജോലികൾക്ക് വേണ്ടി മാത്രം കർമ്മേന്ദ്രിയങ്ങളെ ഉപയോഗിക്കൂ. ജോലി കഴിഞ്ഞ ഉടൻ ശാന്തി സ്വധർമ്മത്തിലിരിക്കൂ. ഉയർന്ന സ്ഥിതിയിലേക്ക് പോകൂ. പരസ്പരം മറ്റുള്ളവരെ നോക്കുമ്പോഴും മാലാഖമാരായി എല്ലാവരെയും കാണൂ. താങ്കളുടെ മനോവൃത്തി മറ്റുള്ളവരെ പോലും പതുക്കെ പതുക്കെ മാലാഖയാക്കി മാറ്റും. നമ്മൾ മാലാഖ സ്ഥിതിയിലാണെങ്കിൽ ബാബ പറഞ്ഞ നമ്മുടെ ദൃഷ്ടി ആരുടെ മേലെ പതിയുന്നു, നമ്മൾ മറ്റുള്ളവരെ മാലാഖയായി കാണാൻ തുടങ്ങുമ്പോൾ അവർക്കും മാറ്റം വരാൻ തുടങ്ങും. താങ്കളുടെ ദൃഷ്ടി തന്നെ മറ്റുള്ളവരുടെ മേൽ പ്രഭാവം ഉണ്ടാക്കും. ഈ പാഠം ഉറച്ചു. ഞാൻ ഒരു ഫരിസ്തയാണ്. ഫരിസ്ത ഭവ വരദാനം എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞില്ലേ? ഒരു സെക്കൻഡിൽ ഫരിസ്തയാക്കുക. അർത്ഥം ഡബിൾ ലൈറ്റ് ആക്കുക. സെക്കൻഡിൽ, ഒരു മിനിറ്റും കൂടി എടുക്കരുത്, 10 സെക്കൻഡുമല്ല, ഒരു സെക്കൻഡിൽ. വിചാരിച്ചു ആയി തീർന്നു. ഈ അഭ്യാസമുണ്ടോ? നല്ലത്. ഒരു സെക്കൻഡിലായി തീരാൻ കഴിയുന്നുവെങ്കിൽ, 2 സെക്കൻഡില്ല, 1 സെക്കൻഡ്. ആർക്കൊരു സെക്കൻഡിൽ മാലാഖ സ്ഥിതിയിലെത്താൻ കഴിയുന്നു? ബാബ പറയാണ്, ആകുന്നുവെങ്കിൽ നിങ്ങൾ ഒരു കൈ വീശു. ബാബയ്ക്ക് കാണിച്ചു തരൂ, എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാബ പറഞ്ഞ് വെറുതെ കൈ ഉയർത്തരുത്. വിദേശി കുട്ടികളും ബാബയുടെ അടുത്ത് കൈ ഉയർത്തുന്നുണ്ടായിരുന്നു. സമയമെടുക്കുന്നുണ്ടോ? अच्छा, जो समझते हैं कि थोड़ा टाइम लगता है. ബാബ ചോദിക്കുക, ഹാ നിങ്ങൾക്ക് ആർക്കാ ഇങ്ങനെ തോന്നണം? ബാബ, എനിക്ക് കുറച്ച് സമയം വേണം, 1 സെക്കൻഡ് പോരാ, കുറച്ച് സമയം വേണം. അങ്ങനെയുള്ളവർ കൈ ഉയർത്തു. അതിൽ നിറയെ കുട്ടികൾ കൈ ഉയർത്തി. നല്ലത്. പക്ഷേ ലാസ്റ്റ് പേപ്പർ താങ്കൾക്ക് വരുന്നത് 1 സെക്കൻഡിൻ്റെ ആയിരിക്കും. എന്താ പറഞ്ഞ ബാബ? ബാബയോട് പറയുന്നുണ്ട്, എനിക്ക് 1 സെക്കൻഡ് പോരാ, കുറച്ച് സമയം വേണം മാലാഖ സ്ഥിതിയിലെത്താൻ. പക്ഷെ ബാബ പറയണേ, അവസാന പേപ്പർ താങ്കൾക്ക് കടന്നു വരുന്നത് 1 സെക്കൻഡിൻ്റെ ആയിരിക്കും. അപ്പോഴെന്ത് ചെയ്യും? അപ്രതീക്ഷിതമായിട്ടായിരിക്കും പേപ്പർ വരിക. ഉത്തരം എഴുതാൻ 1 സെക്കൻഡേ ഉണ്ടാവുള്ളൂ. 1 സെക്കൻഡ്. ബാബ പറയണേ, ശരി പോട്ടെ. ചിലർ കൈ ഉയർത്തി, ചിലർ കൈ ഉയർത്തിയില്ല.
പക്ഷേ ബാബ പറഞ്ഞു ഇത് തിരിച്ചറിയണം കുട്ടികൾ. അതിനാണ് ബാബ ഇത് പറയണേ. ഇപ്പം ബാബയോട് പറയണ്ടേ ബാബ എനിക്ക് സമയം തരൂ, പക്ഷേ നിങ്ങൾ തിരിച്ചറിയണം എന്ന് പറയണം ബാബ. അവസാന സമയം അവരവർക്ക് വരുന്ന പേപ്പറുകൾ നമുക്കിപ്പോഴ് അവസാനം എന്ന് വെച്ചാൽ ഫൈനൽ സ്റ്റേജ് ശരീരം വിടുന്ന സമയത്തെ വിഷയമല്ലല്ലോ പറയണം ബാബ. നമുക്ക് ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളിൽ നോക്കിയാൽ ചില പേപ്പർ നമുക്ക് വരുന്നത് അപ്രതീക്ഷിതം. പെട്ടെന്ന് പേപ്പർ വരും, ഉടനെ തീരുമാനം എടുക്കേണ്ടിയും വരും. അവിടെ തോറ്റുപോകരുതല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞ ബാബ അപ്രതീക്ഷിതമായി വരുന്ന പേപ്പറുകൾക്ക് ഉത്തരം എഴുതാൻ 1 സെക്കൻഡേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അഭ്യാസം കുട്ടികൾക്ക് വേണം. ചെയ്യേണ്ടി വരുമല്ലോ എന്നല്ല, ചെയ്യുക തന്നെ വേണം. ഈ അഭ്യാസം വളരെ 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 ആവശ്യമാണ്. ചലോ ഫിർ ബി ബാബ്ദാദ. ബാബ പറയണ ശരി പോട്ടെ, എന്നാലും ബാബ്ദാദ കുറച്ച് സമയം തരികയാണ്. എത്ര സമയം വേണം? 1 വർഷം വേണോ? ബാബ പറയണ 21-ാം നൂറ്റാണ്ടിൽ ബാബ പറയണേ ആപ് ലോഗോനെ, നിങ്ങളെൻ്റെ മക്കള് ലോകത്തിനോട് വെല്ലുവിളിച്ച കാര്യമാണ്. ബാബന് നിങ്ങളെല്ലാവരെയും പെരുമ്പറ മുഴക്കി അറിയിച്ചതാണ്. ഓർമ്മയുണ്ടോ? ബാബ പറയണേ നിങ്ങൾ ലോകത്തിനോട് എന്താണ് പറഞ്ഞിരിക്കണേ? സ്വർണിമ ലോകം വരും, സ്വർണിമ ലോകത്തെ തയ്യാറാക്കും. ബാബ പറഞ്ഞ ഇത് നിങ്ങളുടെ വെല്ലുവിളിയല്ലേ? तो इतने तक तो बहुत टाइम है. ബാബ പറയണേ സമയം, സ്വർണിമ ലോകം വരിക, സത്യുഗം വരും വരയ്ക്ക് സമയമുണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. ജിത്തന സൂപ്പർ അറ്റൻഷൻ ദേ സകോ ബി നഹീ ദേനാ ഹേ. ബാബ പറയണേ നിങ്ങൾ അറ്റൻഷൻ വെക്കണം. എന്ത് കാര്യത്തിൽ? സ്വയത്തിൽ ശ്രദ്ധ വെക്കാം എന്നല്ല, വെക്കുക തന്നെ വേണം. ജैसे देभान में आने में कितना टाइम लगता है. ബാബ ചോദിക്കണം, നോക്കൂ മക്കളെ, ദേഹബോധത്തിൽ വരാൻ നിങ്ങൾക്ക് എത്ര സമയം എടുക്കണ്ട? ശരീരബോധത്തിലേക്ക് വരാൻ 1 സെക്കൻഡ് 2 സെക്കൻഡ്. ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ദേഹബോധത്തിലേക്ക് വഴുതി വീഴുകയല്ലേ? ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ദേഹബോധത്തിലേക്ക് വഴുതി വീഴുകയാണ്. 1 സെക്കൻഡ് യാ ഉസ്സേ ഭി കം ലഗ്താ ഹൈ. ബാബ പറഞ്ഞ ദേഹബോധത്തിലേക്ക് പോകാൻ 1 സെക്കൻഡ് പോലും വേണ്ടല്ലോ ചോദിക്കുക ബാബ. ദേഹബോധത്തിലേക്ക് വിചാരിക്കുന്നതിനേക്കാൾ സ്പീഡിൽ വഴുതി വീഴുന്നുണ്ട്. അതുപോലെ ഈ അഭ്യാസം ചെയ്യൂ. ഏതഭ്യാസം? എന്ത് തന്നെ സംഭവിച്ചാലും എന്ത് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും, എന്തൊക്കെ സംഭവ വികാസങ്ങൾ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും, പക്ഷേ ബാബ പറയണേ താങ്കളുടെ ഉള്ളിൽ സോൾ കോൺഷ്യസ്നസ്, ആത്മബോധം, പവർഫുൾ സ്ഥിതി, ശക്തിശാലിയായ അവസ്ഥ, നാച്ചുറൽ നേച്ചറായിരിക്കണം. സ്വാഭാവിക സ്വഭാവം. ഫരിസ്ത സ്ഥിതിയും അതുപോലെ നാച്ചുറലാകണം. ഇപ്പം എന്ത് കണ്ടാലും ആരെ കണ്ടാലും ആത്മാവാണെന്ന ബോധം ബാബറിൻ്റെ ഉള്ളിൽ ഉറച്ചതല്ലേ ചോദിക്കുക ബാബ. അതുപോലെ ഫരിസ്ത സ്ഥിതി സ്വാഭാവിക സ്വഭാവമായി മാറണം. ജിത്നി അപ്നി നേച്ചർ ഫരിസ്തേപ്പൻ കി ബനായെങ്കെ, തൻ്റെ സ്വഭാവം മലാഖ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ സ്വഭാവം തന്നെ മലാഖ സ്ഥിതി എന്ന് പറയുന്നത് ബാബ പറയും നിങ്ങളുടെ സ്വാഭാവിക സ്വഭാവമായി മാറും. तो बापदादा कितने समय के बाद पूछे. ബാബ പറയണേ നോക്കൂ, ഞാൻ ഈ ചോദ്യം തന്നെ നിങ്ങളോട് എത്ര സമയത്തിന് ശേഷമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ബാബ ചോദിക്കുക വീണ്ടും, ഇനി നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് എത്ര സമയം വേണം? മാലാഖയാകാൻ എത്ര സമയം വേണം? അപ്പോൾ ബാബയുടെ മുന്നിൽ ദാദിമാരും ജയന്തി ദീദി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ വിദേശത്തിൻ്റെ പ്രതിനിധിയായിട്ട് ദാദി പറഞ്ഞു, ജയന്തി ദീദി പറയൂ. അതിനുശേഷം ബാബ ജാൻകി ദാദി ഉണ്ടായിരുന്നു. അപ്പോൾ ദാദിയോട് ചോദിച്ചു. അപ്പോൾ ദാദി പറഞ്ഞു, ബാബ ഇന്നേക്കിന്ന്, നാളത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. ഇന്നേക്കിന്ന് ഇപ്പം തന്നെ ഫരിസ്തയായി മാറണം. മാറിക്കഴിഞ്ഞു, മാറാമെന്നല്ല. ഇനി മാറാമെന്ന് പറഞ്ഞാൽ എപ്പോ ആകാന്?
ബാബ്ദാദ ഇന്ന് ബ്രഹ്മബാബയുടെ ഏതൊരു സംസ്കാരത്തെക്കുറിച്ചാണ് ഓർമ്മിപ്പിച്ചത്? ഏത് സംസ്കാരത്തെക്കുറിച്ച്? ബാബ ഏത് ബ്രഹ്മബാബയുടെ വിശേഷത ആരംഭത്തിലേ പറഞ്ഞില്ലേ? ഏതായിരുന്നു? തുരന്തദാൻ മഹാപുണ്യ. ബ്രഹ്മബാബയുടെ വിശേഷതയായിരുന്നു എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടോ ചെയ്യാനുള്ള കാര്യം ഉടൻ ചെയ്ത് മഹാപുണ്യം നേടുക. കാരണം ഉടൻ ചെയ്യുമ്പോഴാണ് മഹാപുണ്യം കിട്ടണം. ബാബ ഒരു കാര്യവും മാറ്റിവെക്കുക, വൈകിപ്പിക്കുക, ഇത് ബാബയുടെ നേച്ചറായിരുന്നില്ല. ഉടൻ ഉടൻ ശീഘ്രം. ബാബ്ദാദ ഹരേക്ക് ബച്ചെ പ്യാർ ഹേ. ബാബയ്ക്ക് മക്കളോട് എല്ലാവരോടും സ്നേഹമാണ്. അതുകൊണ്ട് ബാബ എന്താ ആഗ്രഹിക്കണേ? എൻ്റെ ഒരു കുട്ടി പോലും പിന്നിലാവരുത്, ഒരാളുടെ പോലും അവസ്ഥ താഴേക്ക് പോവരുത്. നമ്പർ 1 ആണെന്ന് ബാബയ്ക്ക് അറിയാം. എന്നാലും എൻ്റെ കുട്ടികളെല്ലാം നമ്പർ 1-ലെത്തണം. അപ്പോൾ ബാബ പറയണ നമ്പർ 1-ലെത്തണ്ടേ? എല്ലാവരും നമ്പർ 1-ലെത്തിയ എത്ര നല്ല കാര്യമാണ്. ബാബയുടെ മുന്നിൽ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിൻ്റെ പ്രശാസകർ, ഭരണകാര്യങ്ങൾ രാജ്യത്തിൽ നിർവഹിക്കുന്ന ഓഫീസേഴ്സിൻ്റെ സേവനം ചെയ്യുന്ന, അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന വിഭാഗത്തിൻ്റെ സേവനത്തിൻ്റെ ചെയ്യുന്ന സഹോദരി സഹോദരന്മാരുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ബാബ ചോദിച്ചു, നിങ്ങൾ ചേർന്ന് എന്ത് പ്രോഗ്രാമാണ് ഉണ്ടാക്കിയത്? തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ പ്ലാൻ ഉണ്ടാക്കിയോ? വളരെ പെട്ടെന്ന് താങ്കൾ ശ്രേഷ്ഠാത്മാക്കൾക്ക്, ബാബ പറഞ്ഞു, ശ്രേഷ്ഠാത്മാവും കെ ഹാത്ത് മേ ഈ കാര്യം ആ ജായേ. ബാബനെ കാരണം രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്നവരുടെ കയ്യിലേക്ക് ബാബയുടെ ഈ ജ്ഞാനം വളരെ വേഗം എത്തിക്കണം. കാരണം ബാബുവിനെ അവരറിഞ്ഞ പിന്നെ ബാബയുടെ കാര്യം വളരെ എളുപ്പമായി. വിശ്വപരിവർത്തനം ചെയ്യണമല്ലോ, മുഴുവൻ വിശ്വത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ. ബാബ പറഞ്ഞേ, ഭരണവ്യവസ്ഥയ്ക്ക് മുഴുവൻ മാറ്റം വേണ്ടേ? കലിയുഗി ഭരണവ്യവസ്ഥയും സത്യുഗി ഭരണവ്യവസ്ഥയും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പം കലിയുഗി സംവിധാനങ്ങൾ എന്തായി മാറണം? സത്യുഗി ഭരണഘടനയായി, സംവിധാനമായി മാറണം. അപ്പോൾ ബാബ പറയണേ, കൈസേ എങ്ങനെ ഈ കാര്യം സഹജമാകും? എങ്ങനെ എല്ലാവരുടെ അടുത്തും സന്ദേശം എത്തിക്കും? അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഏറ്റവും ചുരുങ്ങിയത് ബാബ പറയണേ, വലിയ വലിയ പട്ടണങ്ങളിൽ നിമിത്തമായിരിക്കുന്നവർ, ഭരണകർത്താക്കളായി നിമിത്തമായിരിക്കുന്നവർക്ക് ബാബ പറഞ്ഞ വ്യക്തിഗത രൂപത്തിൽ നിങ്ങൾ സന്ദേശം കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കിയോ? ഓരോരുത്തരെയും പോയി പേഴ്സണലായി മീറ്റ് ചെയ്തിട്ട് ബാബ പറയണേ, നാടിൻ്റെ ഭരണചക്രം തിരിക്കുന്നവർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കൂ. ഏറ്റവും ചുരുങ്ങിയത് ഇത്രയെങ്കിലും വരണം. ഇപ്പോൾ ആധ്യാത്മികതയിലൂടെ പരിവർത്തനം കൊണ്ടുവരാൻ കഴിയൂ. ആധ്യാത്മികതയിലൂടെ തന്നെയാണ് പരിവർത്തനം കൊണ്ടുവരേണ്ടത്. അപ്പോൾ ബാബ പറയണേ, तो अपने वर्ग को जगाना इसलिए वर्ग बनाए गए हैं. അപ്പോൾ ബാബ പറയണേ, അഡ്മിനിസ്ട്രേഷൻ രംഗത്തുള്ളവരുടെ സേവനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് സേവാധാരികളെ തയ്യാറാക്കിയിരിക്കണേ. അതുകൊണ്ട് ബാബ പറയണേ, നിങ്ങൾ ഈ സേവനം ചെയ്യുക തന്നെ വേണം. ഭരണരംഗങ്ങളിലുള്ള എല്ലാവർക്കും സന്ദേശം കിട്ടിയോ എന്ന് ഭരണരംഗത്ത് പ്രവർത്തിച്ചിട്ട് BK ആയിട്ട് മാറിയവർ. ബാബ പറയണേ, ഏതെല്ലാം മണ്ഡലങ്ങളിൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിലിരുന്ന് വർക്ക് ചെയ്തിട്ട് BK ആയ മക്കളുണ്ടോ? ബാബന് നിങ്ങൾ പർട്ടിക്കുലർലി ലക്ഷ്യം വെക്കണം എന്ന് പറയാം ബാബ. നമ്മളെപ്പോലെ വർക്ക് ചെയ്യുന്ന എല്ലാ ഒഫീഷ്യൽസിനും അവർക്ക് ബാബയുടെ സന്ദേശം എത്തിക്കണം. എന്നിട്ട് അവരെ കൂടി ഉണർത്തിക്കൊണ്ടുവന്ന് ബാബ പറഞ്ഞ നിങ്ങളുടെ കൂട്ടുകാരാക്കി സഹയോഗികളാക്കിയെങ്കിലും മാറ്റണം. ബാബ പറഞ്ഞ ഇനി അവർ ബ്രഹ്മകുമാരനും കുമാരിയൊന്നും ആയില്ലെങ്കിലും ഈശ്വരീയ കാര്യത്തിൽ സഹയോഗികളാക്കി, നിങ്ങളുടെ കൂട്ടുകാരാക്കി, ഈശ്വരീയ കാര്യത്തിലേക്ക് BK ഫ്രണ്ട്സെങ്കിലാക്കണം എന്ന് പറയണം ബാബ അവരെ കൂടി. എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആത്മാക്കളുടെ സേവനത്തിന് വേണ്ടി ബാബ്ദാദ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതേപോലെ ബാബ പറയണ, ഇപ്പോൾ റിലീജിയസ് വിങ്, ധാർമ്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുണ്ട്, വലിയ വലിയ ആൾക്കാരുണ്ട്. नंबर 1 वाले नहीं थे, फिर भी एक स्टेज पर सब इकट्ठे हुए और सभी के मुख से निकला कि हम सबको मिलकर. ആ സമയത്ത് റിലീജിയസ് വിങ്ങിൽ
ധാർമ്മിക രംഗത്ത് പ്രവർത്തിപ്പിക്കുന്ന ആത്മാക്കളുടെ വലിയ വലിയ ആൾക്കാരുടെ എല്ലാം കൂടി ഒരു മീറ്റിംഗ് നടന്നിരുന്നു. അപ്പോൾ ബാബ പറയണേ, ആധ്യാത്മിക ശക്തിയിലൂടെ വിശ്വത്തിൽ പരിവർത്തനം കൊണ്ടുവരണം. ഐസെ ഹർ വർഗ് വാലെ ജോ ബി ആയേ ഉസ് ഹർ വർഗ് വാലെ കോയി റിസൾട്ട് നിക്കാൽനി ഹെ. അപ്പോൾ ബാബ പറയണേ, നിങ്ങളിപ്പോൾ ഈ ലക്ഷ്യം വെക്കോ പറയാണ് ബാബ. ആര് ഏത് വിഭാഗത്തിൽ പെട്ടവരാണോ അവരുടെ എല്ലാം സേവനം ചെയ്യണം. ഏതേത് മേഖലകളിൽ, സമൂഹത്തിൽ പല മണ്ഡലങ്ങളിലല്ലേ ഓരോരുത്തരും വർക്ക് ചെയ്യണം. ചിലർ ഭരണചക്രം തിരിക്കുന്നവരാണ്, ചിലർ എൻജിനീയർമാരാണ്, ചിലർ ഡോക്ടർമാരാണ്, ചിലർ വക്കീലന്മാരാണ്, ചിലർ കൃഷി കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, ചിലർ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ബാബ പറയണേ, ബാബയുടെ മക്കൾ സമസ്ത മണ്ഡലത്തിലും ഉണ്ടല്ലോ, സമസ്ത മേഖലകളിലും. അപ്പോൾ ഓരോ മേഖലകളിലും പെട്ടെ. ഇപ്പോൾ ബാബയുടെ ഭാവം എന്താണ്? ബിക്കി ആയിട്ട് 2, 3, 4, 5 ഇപ്പോൾ ഒരു സെൻറ്ററിൽ 4 കർഷകരായ കുട്ടികൾ ക്ലാസ് കേൾക്കാൻ വരുന്നുവെങ്കിൽ ബാബ പറയണേ, നിങ്ങൾ 4 കർഷകർ പോയി, അല്ല നിങ്ങൾക്ക് 400 കർഷകർക്ക് 4000 കർഷകർക്ക് സന്ദേശം കൊടുക്കാൻ പറ്റും. അവരവരെ പോലെയുള്ളവരോട് പോയി അവരവർ പറയുമ്പോൾ എളുപ്പമാകുന്ന പറയും ബാബ. ബാബയുടെ കുട്ടി ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ ആ ഒരു ഡോക്ടർക്ക് 10 പേർക്ക് 100 പേർക്ക് സന്ദേശം കൊടുക്കും. കാരണം ഒരു ഡോക്ടർ പറയുമ്പോൾ ഡോക്ടേഴ്സ് പിന്നെയും മാനിക്കും. അതുകൊണ്ട് അവരവർ ഏത് ലെവലിലാണോ നമ്മുടെ ജോലി അല്ലെങ്കിൽ സ്ഥിതി, അപ്പം നമുക്ക് അതേ സ്ഥിതിയിലുള്ള ആത്മാക്കൾക്ക് സന്ദേശം കൊടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പം ബാബ ഐസെ ഹർ വർഗ് വാലെ ജോബി, അപ്പം ബാബയുടെ അടുത്ത്. അതുകൊണ്ട് ഈ നമ്മുടെ ഭായ് സാബ് ഉണ്ടായിരുന്നപ്പോൾ, ജഗദീഷ് ഭായ് ഉണ്ടായിരുന്നപ്പോൾ, ഭായ്ജിയുടെ മനസ്സിലാണ് ബാബ ഈ ടച്ചിങ് നൽകിയത്. അതായത് ടീച്ചർമാർ പോയി ടീച്ചർമാരുടെ സേവ ചെയ്യൂ, കുടുംബസ്ഥർ പോയി കുടുംബസ്ഥരുടെ സേവ ചെയ്യൂ, യങ്സ്റ്റേഴ്സ് യൂത്ത് പോയി യൂത്തിൻ്റെ സേവനം ചെയ്യൂ. ഇപ്രകാരം ആ സമയത്ത് ജഗദീഷ് ഭായ് പറഞ്ഞു, ഇപ്രകാരം സേവനം വിങ് വൈസ് ഓരോ വിഭാഗക്കാരുടെ സേവനങ്ങൾ ചെയ്യൂ, അപ്പം നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ ബാബ ഇപ്പോൾ പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ബാബയുടെ ക്ലാസ്സിൽ ഒരു 50 പേര് 100 പേര് അല്ലെങ്കിൽ 1000 പേര്, ഇപ്പോൾ ബാബയുടെ മുരളി 1000 2000 ലക്ഷക്കണക്കിന് മക്കൾ കേൾക്കല്ലേ. അപ്പോൾ ഈ ലക്ഷക്കണക്കിന് മക്കളിൽ എല്ലാ വിഭാഗത്തിലുള്ള കുട്ടികളുണ്ട്. അപ്പം നമ്മളെല്ലാവരും വിചാരിച്ച അതാത് വിഭാഗത്തിൽപ്പെട്ടവരുടെ സേവ വളരെ വേഗം ചെയ്യാൻ പറ്റുമെന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. വളരെയധികം ഭക്തി മാർഗത്തിൽ സഞ്ചരിച്ചിരിക്കുന്നവർക്ക് ഭക്തരുടെ സേവ ചെയ്യാൻ പറ്റും. आध्यात्मिकता की आवश्यकता है और हम भी सहयोगी बने ए रिजल्ट हो. വളരെയധികം സ്പിരിച്വൽ മാർഗത്തിൽ, പണ്ട് ഭക്തി മാർഗത്തിൽ വളരെ തീവ്ര ഭക്തി ചെയ്തിരുന്നവർ, പല സത്സംഗങ്ങളിൽ പോയിരുന്നവർ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കൂടെ ഏതൊക്കെ ആത്മാക്കൾ സ്ഥിര അമ്പലത്തിൽ വന്നവർ, സ്ഥിരം സത്സംഗങ്ങൾ, സ്ഥിരം പ്രഭാഷണം കേൾക്കാൻ എവിടെയൊക്കെ ഓടിയിട്ടുണ്ടോ നമ്മുടെ കൂടെ, ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും എന്ത് ചെയ്യണം? ഈശ്വരീയ സന്ദേശം കൊടുത്ത് അവരെ കൂടി സഹയോഗികളാക്കി മാറ്റണം. റെഗുലർ സ്റ്റുഡൻറ്റ് नहीं बनते लेकिन सहयोगी बन सकते हैं. അപ്പം ബാബ പറയുന്നത്, സ്റ്റുഡൻ്റായിട്ട് മാറിയില്ലെങ്കിൽ പോലും, റെഗുലർ BK ആയിട്ട് ആരും മാറിയില്ലെങ്കിലും അവർക്കും ഈ ജ്ഞാനം കൊടുത്ത് അവരെ കൂടി സഹയോഗിയാക്കി മാറ്റണം. तो अभी तक हर वर्ग वाले को जो भी सेवा की है जैसे अभी धर्म नेताओं को बुलाया. അപ്പോൾ ബാബ പറയുന്നത്, സർവ്വ വിഭാഗങ്ങളിൽ പെട്ടവരുടെയും സേവനം ബാബയുടെ യജ്ഞത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരുടെ ഒരു സേവനം മധുബനിൽ നടന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, ഇതേപോലെ ഓരോ രാജ്യങ്ങളിൽ ഓരോ സ്ഥലത്തും നമ്മുടെ എവിടെയൊക്കെ ബാബയുടെ സേവാ കേന്ദ്രങ്ങളുണ്ടോ, അവ പറഞ്ഞ ഓരോ വിഭാഗത്തിൽപ്പെട്ട ആത്മാക്കളുടെയും സേവനത്തിനുള്ള അറേഞ്ച്മെൻറ്റുകൾ നിങ്ങൾ ചെയ്യൂ. ദേശത്ത് ഭാരതത്തിലും ചെയ്യൂ, വിദേശത്തിലും ചെയ്യൂ. എന്നിട്ട് എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്ന പ്രോഗ്രാം ചെയ്യൂ. ഹം ലോഗോങ്കോ സഹയോഗി ബന്നാ ഹേ. അതായത് ബാബ പറയണ, ഇങ്ങനെ സേവനം ചെയ്യണം, അവർക്ക് തോന്നണം നമുക്കും ഈ കാര്യത്തിൽ സഹയോഗിയായി മാറണം. ബാബ പറഞ്ഞു, ഇതുവരെയുള്ള റിസൾട്ട് ബാബ നോക്കുകയായിരുന്നു. കണ്ടു ബാബ, ഇനി മുന്നോട്ട് എന്താണ്? क्योंकि एक वर्ग एक को अगर लक्ष्य रखकर समीप लाएंगे तो. ബാബ പറയണേ, അതാത് വിഭാഗത്തിൽപ്പെട്ട ആത്മാക്കൾ, ആ വിഭാഗത്തിലുള്ള BKs ആ വിഭാഗത്തിൻ്റെ സേവനം ചെയ്താൽ ആ ആത്മാക്കൾ വളരെ വേഗം സമീപത്തേക്ക് സഹയോഗികളായി മാറും.
എന്നിട്ട് ബാബ പറയണേ എല്ലാവരെയും ചേർന്ന് വളരെ വലിയ ഗ്രൂപ്പ് ഉണ്ടാക്കും. ഓരോ ഗ്രൂപ്പ്, ഗൃഹസ്ഥികളുടെ ഗ്രൂപ്പ്, കുടുംബസ്ഥരായ മക്കളുടെ ഗ്രൂപ്പ്, യൂത്തിൻ്റെ ഗ്രൂപ്പ്, ഡോക്ടേഴ്സായ ബിക്കേസിൻ്റെ ഗ്രൂപ്പ്. അപ്പോൾ ബാബ പറയണേ ഇങ്ങനെ വലിയ വലിയ ഗ്രൂപ്പുകളിലേക്ക് പോകണം. और एक दो को देख करके उमंग उत्साह भी आता है. കാരണം അവരവരുടെ ഗ്രൂപ്പ്, ഇപ്പോൾ അവിടെ ഒരു കുട്ടി ഒരു വക്കീലാണെങ്കിൽ ഇപ്പോൾ മധുബനിൽ അതിനുള്ളൊരു വിങ് ഉണ്ട്, ജുഡീഷ്യറി വിങ്. അപ്പം അതിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുത്ത് അതിൻ്റെ സേവനങ്ങളുമായിട്ട് ജോയിൻ ചെയ്ത് പോയാൽ നമുക്ക് എന്ത് ചെയ്യാം, വക്കീലന്മാരുടെയും കോടതിയിൽ വർക്ക് ചെയ്യുന്നവരുടെ, ജഡ്ജിമാരുടെ, ആ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാം സേവ ചെയ്യാനുള്ള യുക്തികളും അവസരങ്ങളും കിട്ടും. അപ്പം കർഷകരുടെ ഒരു ഗ്രൂപ്പുണ്ട്, റൂറൽ വിങ് എന്ന് പറഞ്ഞ. കർഷകരായിട്ട് ഏതൊക്കെ ബാബയുടെ മക്കളുണ്ടോ അവർ ആ വിങ്ങിൽ മെമ്പർഷിപ്പ് എടുത്ത് അതിൻ്റെ മീറ്റിങ്സൊക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് കർഷകരുടെ സേവ ചെയ്യാൻ പറ്റും. നമുക്ക് സമാനം ബാബയുടെ എത്ര കുട്ടികൾ എവിടെല്ലാം യോഗി കൃഷി ചെയ്യുന്നു, ഏക്കർ കണക്കിന് സ്ഥലത്ത് ജൈവ കൃഷിയും യോഗി കൃഷിയും ചേർത്ത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ജ്ഞാന യോഗ കാര്യങ്ങൾ മറ്റ് കർഷകർക്കും കൊടുത്ത് അവരെയും ബാബയുടെ കാര്യത്തിന് സഹയോഗിയാക്കാൻ പറ്റും. അപ്പോൾ ബാബ അതാ പറയണേ, അഭി ബാണ്ടേ ഹുയേ ഹേ കൊയ് ഷഹർമേ കിത്തനെ കൊയ്. കാരണം ബാബ പറയണ ഇപ്പോൾ പല പല ഭാഗങ്ങളിൽ, പല പല പട്ടണങ്ങളിൽ അവിടെ ചിന്നിച്ചെതിറി കുട്ടികൾ 1, 2, 3 ഉണ്ട്. പക്ഷേ ഇത്രയും ബിഗ് കേസ് വക്കീലന്മാരുണ്ടോ, അല്ലെങ്കിൽ ഇത്രയും ബിഗ് കേസ് ജഡ്ജിമാർ, ഇത്രയും പേര് ബാബയുടെ കുട്ടികളാണോ? ഒരുമിക്കുമ്പോഴാണല്ലോ അറിയുന്നേ ഫുൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ഇത്രയും ഡോക്ടേഴ്സ് ബിഗ് കേസാണ്, ഇത്രയും എഞ്ചിനീയർമാർ ബിഗ് കേസാണ്, ഇത്രയും ടീച്ചേഴ്സ് ബിഗ് കേസാണ്, ഇത്രയും യങ്സ്റ്റേഴ്സ് തന്നെ നോക്കൂ. ടോട്ടൽ യജ്ഞത്തിൽ നോക്കിയാൽ ലക്ഷക്കണക്കിനുണ്ടാവും. അവരവരുടെ സെൻറ്ററിൽ നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു കുമാരൻ, ഒരു കുമാരി, ഒരു യങ് ആയിട്ടുള്ളവരെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. പക്ഷെ വേൾഡ് വൈഡ് ടോട്ടൽ നോക്കിയാൽ എത്ര മക്കളാണ്? അച്ഛേ ബി ഹേ പരന്തു സബ്കാ പെഹ്ലെ. ബാബ പറയണേ പക്ഷെ ആദ്യം എല്ലാവരും ഗ്രൂപ്പ് ഉണ്ടാക്കൂ പറയണേ ബാബ. ഓർ ഫിർ സബ്കാ മിൽക്കർ സംഗഠൻ മധുബൻ മേ. പിന്നെ ബാബ മധുബനിലേക്ക് ഒരുമിച്ച് ക്ഷണിക്കുന്ന പറയണേ ബാബ. ഇങ്ങനെയുള്ള പ്ലാനുകൾ ഉണ്ടാക്കണം. സേവയ്ക്കുള്ള ഓരോരോ യുക്തികൾ ബാബ പറഞ്ഞു തരികയാണ്. ഫോറിൻ വാലോം കോ ഭി സന്ദേശ് ഭേജാ താ കി ബിഖരെ ഹുയെ ബഹുത് ഹൈ. വിദേശത്തിലേക്കും ബാബ സന്ദേശം കുട്ടികൾക്ക് കൊടുക്കുകയാണ്. ധാരാളം പേര് അവിടെ ചിന്നിച്ചെതിരി കിടക്കുന്നുണ്ട്. ബാബയുടെ മക്കൾക്കൊക്കെ ഒന്ന് സന്ദേശം കൊടുത്ത് മക്കളെ കൊണ്ടുവരിക, മറ്റൊന്ന് ജ്ഞാനത്തിൽ വന്ന കുട്ടികൾ അതാത് വിഭാഗത്തിൽ സേവനങ്ങളിൽ ഒരുമിക്കുക. अगर भारत में भी देखो तो अच्छी अच्छी सहयोगी आत्माएं जगह जगह पर निकली है. ഭാരതത്തിലെ റിസൾട്ട് പറയണം ബാബ. ഏതെല്ലാം സ്ഥലങ്ങളിൽ എത്ര ആത്മാക്കൾ സഹയോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ വളരെ ഗുപ്ത പാർട്ടിധാരികളായിരിക്കും. അവരെയും കൂടി പ്രോഗ്രാമുകൾക്ക് വിളിച്ച് നല്ല അനുഭവങ്ങളുടെ കൊടുക്കൽ വാങ്ങൽ നടത്തൂ. ഉസ്സെ അന്തർ പഠിച്ചാത്താ ഹേ. അപ്പോൾ ബാബ പറയണം അപ്പോൾ ഒരു വ്യത്യാസം ഫീൽ ചെയ്യും. അവരവരുടെ ആ സ്റ്റാറ്റസിലുള്ള ആൾക്കാർ സമീപത്തേക്ക് വരാൻ തുടങ്ങും. കിസ് വർഗ് കെ 5 ഹോങ്കെ, കിസ് കെ 8 ഹോങ്കെ. അപ്പോൾ ബാബ പറയണേ ചിലപ്പം 5 ഡോക്ടർമാരായിരിക്കും ഉള്ളത്. ബാബ പറയണേ 4-5 പേര് ഒരുമിച്ച് വളരെയധികം സേവ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ചില ഗ്രൂപ്പിൽ 8 പേരുണ്ടാവും, ചിലതിൽ 25 ഉണ്ടാവും, ചിലത് 30 ഉണ്ടാവും. പക്ഷെ കൂട്ടായ്മയോടുകൂടി മുന്നേറുകയാണെങ്കിൽ ധാരാളം സേവകൾ ചെയ്യാൻ പറ്റും. ഉമംഗ് ഉല്ലാസ് ബഡ്താ ഹേ. ബാബ പിന്നെ ഒരുമിച്ച് ചേർന്ന് സേവ ചെയ്യുമ്പോഴാണ് ഉണർവും ഉത്സാഹവും വർദ്ധിക്കണേ. കാരണം അവരങ്ങനെ ചെയ്യുന്നുണ്ട്, ഇവരിങ്ങനെ ചെയ്യേണ്ട, അവിടെ ഈ സേവ നടക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ എന്തോ ഉണർവും ഉത്സാഹവും വളരെയധികം വർദ്ധിക്കും. അഭി തക് ജോ സഭി വർഗോങ്കി സേവ ഹുയി ഹേ ഉസ്കി റിസൾട്ട് നിക്കാൽനി ചെയ്യേ. ഇതുവരെ ഏതെല്ലാം വിങ് സർവീസ് നടന്നു ബാബ പറയണ അതിൻ്റെയൊക്കെ റിസൾട്ട് എടുക്കൂ. റിസൾട്ട് കേൾക്കുമ്പോൾ മറ്റുള്ളവരെ കേൾപ്പിക്കുമ്പോൾ എല്ലാവർക്കും ഉന്മേഷ ഉത്സാഹം ഉണ്ടാകുമല്ലോ പറയണ ബാബ. എവിടെ എത്ര ആത്മാക്കൾ ബാബയുടെ സമീപത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ബാബയുടെ മുന്നിൽ മധുബൻ നിവാസി കുട്ടികളുണ്ടായിരുന്നു. അപ്പം നിവാസികളോടും ബാബ പറയാണ് നിങ്ങൾ ഒരു ദിവസം പോലും ഫ്രീ ആയിരിക്കരുത്, സദാ ബിസി ആയിരിക്കണം. അപ്പോൾ ബാബ ചോദിക്കും സീസൺ വരുമ്പോൾ വളരെയധികം സേവനമല്ലേ. അപ്പോൾ ബാബ ചോദിച്ചു സേവനത്തിന് ശേഷം കുട്ടികൾ ക്ഷീണിക്കുന്നുണ്ടോ, അതോ ഇടയ്ക്കിടയ്ക്ക് 15 ദിവസം ഫ്രീ ആയിരിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടോ? ബാബ പറഞ്ഞേ പ്രോഗ്രാം ലിസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കണം. സേവനം എപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ ഉണർവും ഉത്സാഹം എപ്പോഴും ഉണ്ടാകുള്ളൂ. അല്ല ഒരു സേവ കഴിഞ്ഞ് ഒരു 15 ദിവസം ഗ്യാപ്പ് കിട്ടിയെന്നിരിക്കട്ടെ,
അപ്പോൾ ബാബ പറയണ ഉടനെ ദാദി ബാബയുടെ അടുത്ത് കംപ്ലൈൻറ്റ് പറയാറുണ്ട്, സേവയില്ലാതായ ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളൊന്ന് നാട്ടിൽ പോയിട്ട് വരട്ടെ, വീട്ടിൽ പോയിട്ട് വരട്ടെ, ചുറ്റിക്കറങ്ങിയിട്ട് വരട്ടെ, അവരവരുടെ ഗ്രാമങ്ങളിലേക്ക് പോകണമെന്ന് തോന്നും. ബാബന് നാട്ടിൽ പോകണ്ടെന്ന് പറയില്ല ബാബ, നിങ്ങളുടെ നാട്ടിലോ വീട്ടിലോ ഒക്കെ പോണതും സേവാർത്ഥമായിട്ടായിരിക്കും. എന്തെങ്കിലും ഒരു ഈശ്വരീയ സേവ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ എവിടെ പോകുന്നത്. വെറുതെ ചുറ്റിക്കറങ്ങി സമയം കളയരുത് പറയണ ബാബ. അതുകൊണ്ട് ബാബ പറഞ്ഞ മധുബനിലാണെങ്കിലും അവരവരെ ബിസിയാക്കി വെക്കണം. സദാ ഈശ്വരീയ സേവനങ്ങളിൽ ശ്രേഷ്ഠ കാര്യങ്ങളിൽ ബിസിയായിരുന്നാൽ തമ്മിൽ ഉരസല്, പിണക്കം, ബാബന് ഇതൊന്നും ഉണ്ടാവില്ല. നോക്കൂ, മധുബൻ നിവാസി കുട്ടികളുടെ ഒരു വിശേഷതയ്ക്ക് ബാബ കോടി മടങ്ങ് ആശംസകൾ അർപ്പിക്കുകയാണ്. 100 മടങ്ങല്ല, കോടി മടങ്ങ്. എന്താ നിവാസികളുടെ ഒരു പ്രത്യേകത? അവനെ നിവാസി കുട്ടികളുടെ ബാബയുടെ വീട്ടിൽ മധുബൻ നിവാസികൾ സമ്പൂർണ്ണ സമർപ്പിതരുടെ ഒരു പ്രത്യേകത ബാബ കാണാറുണ്ട്. സേവനത്തിൽ മുഴുകുമ്പോൾ ബാക്കിയെല്ലാം മറക്കും. എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് പോലും ആരും സേവനത്തിൽ കാണിക്കാറില്ല. എല്ലാം അവ്യക്തത്തിലേക്ക് പോവും. വ്യക്തത്തിൽ കാണപ്പെടുന്നത് കേവലം പരിസ്ഥിതിയായിരിക്കും എല്ലാവരുടെയും. അതുകൊണ്ട് ആരും മധുബനിൽ വന്ന് പോവുകയാണെങ്കിൽ എല്ലാവരും എന്താ അനുഭവം പറയുക? അവിടെ മാലാഖമാരെ പോലെ എല്ലാവരും സേവനം ചെയ്യുന്നുണ്ട്. കാരണം അത്രയും വിൽ പവർ ഉണ്ട്. സേവനത്തിൻ്റെ പ്രകാശം മാത്രമേ പുറത്തുണ്ടാവുള്ളൂ. ഈ സർട്ടിഫിക്കറ്റ് ബാബ കുട്ടികൾക്ക് തരികയാണ്. ബാബ പറയണേ, ബാപ്ദാദാ मधुबन बाप दादा भी उस समय चक्कर लगाने आते हैं. आप लोगों को पता नहीं पड़ता कि लेकिन बाप दादा चक्कर लगाने आते हैं. അപ്പോൾ ബാബ പറയണേ, ബാബയും നോക്കുന്നുണ്ട്. സേവനം എപ്പം നടക്കുമ്പോഴും നിങ്ങൾ അറിയുന്നില്ല പറയാ ബാബ, പക്ഷെ എവിടെ ഈശ്വരീയ കാര്യം നടക്കുന്നു അവിടെയെല്ലാം ബാബ ചുറ്റിക്കറങ്ങുന്നുണ്ട്. ബാബ കാണുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും എന്ത് സേവന ചെയ്യണേ. ബാബയ്ക്കറിയല്ലോ ഇന്ന് സേവനത്തിൻ്റെ ദിവസമാണ് അല്ലേ? നമുക്ക് കോട്ടായിലെ ബാബയുടെ പാഠശാലയുടെ ഉദ്ഘാടനം അല്ലേ? മക്കളെല്ലാം സേവനത്തിൽ ഓരോ സ്ഥലത്ത്, ഇവിടെ മാത്രമല്ല മുഴുവൻ വിശ്വത്തിൽ നോക്കിയാൽ, പ്രത്യേകിച്ച് ഒരു സൺഡേ പറഞ്ഞ് മുഴുവൻ വിശ്വത്തിൽ വിശേഷ സേവനങ്ങളുടെ പ്രോഗ്രാമുകൾ നടക്കുന്ന ദിവസമാണ്. അപ്പം ബാബ പറയുന്നത്, എവിടെ ഈശ്വരീയ സേവ നടക്കുമ്പോഴും ബാബ നിങ്ങളെ നോക്കുന്നുണ്ട്, ബാബ കാണുന്നുണ്ട്, ബാബ നിങ്ങളുടെ ഇടയിലൂടെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അറിയുന്നില്ല. കാരണം ബാബയുടെ അല്ലേ കാര്യം, ബാബയല്ലേ ചെയ്യിക്കുന്നത്. പിന്നെ ബാബയുടെ മുന്നിൽ മീഡിയ വിഭാഗം സേവനം ചെയ്യുന്ന സേവാധാരികൾ. അപ്പോൾ ബാബ പറഞ്ഞു, വിദേശത്തും മീഡിയ സേവനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നല്ല പരിശ്രമം മീഡിയ രംഗത്ത് സേവാധാരികൾ ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പത്രങ്ങളിലെല്ലാം ബാബയ്ക്ക് സേവയ്ക്കായിട്ടൊരു കോളം വരെ കിട്ടുന്നുണ്ട്. ഡെയിലി അല്ലെങ്കിൽ 1-2 അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2. ബാബന് ഇതൊരു നല്ല പ്രോഗ്രസ്സാണ് പറയുക. ബാബ പത്രത്തിലൊരു കോളം കിട്ടുക, അല്ലെങ്കിൽ ചില ചാനലുകളിലൊക്കെ ബാബയുടെ പ്രോഗ്രാംസ് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2, 3. ഇപ്പോഴാണല്ലോ യൂട്യൂബും സോഷ്യൽ മീഡിയയൊക്കെ വന്നിരിക്കണേ. ആ സമയത്ത് നമുക്ക് പത്രം പിന്നെ TV അതൊക്കെ മാത്രമായിരുന്നല്ലോ സേവനത്തിനുള്ള ഉപാധികൾ. അപ്പം അതിലെല്ലാം ചില സ്ഥലങ്ങളിൽ ചില പത്രക്കാർ ഒരു കോളം സ്ഥിരം ബാബയുടെ കാര്യത്തെ എഴുതാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാബന് ഇതെല്ലാം ഒരു വലിയ റിസൾട്ടല്ലേ. അപ്പോൾ ബാബ പറഞ്ഞ് ഇനിയും പുരുഷാർത്ഥം ചെയ്യൂ പറയണം ബാബ ഇങ്ങനെയുള്ള സേവയ്ക്ക് വേണ്ടി. ഇതും പുരുഷാർത്ഥത്തിൻ്റെ സഫലതയാണ്. പുതിയ പുതിയ നല്ല നല്ല ആത്മാക്കൾ കണക്ഷനിലേക്ക് വരണം. പത്രത്തിലൂടെ അത്ഭുതങ്ങൾ കുട്ടികൾ ഇപ്രകാരം സേവനം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഉണർവും ഉത്സാഹവും ഉണ്ടെങ്കിൽ ബാബ പറയുന്ന സഫലത തീർച്ചയായിട്ടും ഉണ്ടാവും. ബാക്കി സമയം വരും. ബാബ പറയണേ, ഈ ലോകത്തിൽ എന്തെല്ലാം മാധ്യമങ്ങളുണ്ടോ എല്ലാം നിങ്ങളുടെ സേവനത്തിന് ഉപയോഗമാകും. ബാബ ഇത് 2000 പറഞ്ഞ മുരളിയാണ്. എന്ന് നോക്കൂ, എന്തെല്ലാം പുതിയ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ട് ലോകത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജിയാണല്ലോ AI, നിർമ്മിത ബുദ്ധി. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും യജ്ഞത്തിലും എല്ലാ സേവനങ്ങൾക്കും AI ടെക്നോളജികൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വർഗത്തിൻ്റെ ചില ചിത്രങ്ങളൊക്കെ നിങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ടാവും യൂട്യൂബിലൊക്കെ, ലേറ്റസ്റ്റ് പിക്ചേഴ്സ്. അതെല്ലാം നിർമ്മിത ബുദ്ധി വഴി ഉപയോഗിക്കുന്നതാണ്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജികളെ ഈശ്വരീയ ബാബ പറയുന്ന അവസാനം എല്ലാ സാധനങ്ങളും സയൻസിൻ്റെ
ഉപയോഗത്തിൽ വരും ബാബയുടെ സേവയ്ക്ക്. ഓഫർ ചെയ്യും താനെ. ഓഫർ കരേങ്കെ കുച്ച് ദോ മദത് ലോ. ബാബ പറയണ അവസാനം എല്ലാ മീഡിയക്കാരും വന്നിട്ട് നിങ്ങളോട് ചോദിക്കുക, എന്തെങ്കിലും ഞങ്ങൾക്കും തരൂ, ഞങ്ങൾക്കും തരൂ, ഞങ്ങൾക്കും തരൂ, ഞങ്ങളെ സഹായിക്കൂ, ഞങ്ങളിടാൻ ഞങ്ങൾക്കും കുറച്ച് മാറ്റർ തരൂ. അഭി ആപ്പ് ലോഗോങ്കോ കഹ്നാ പഡ്താ സഹയോഗി ബനോ ഫിർ വോ ഹക്ക് കഹേങ്കെ. ഇപ്പം നിങ്ങൾ പോയിട്ട് അവരോട് സഹയോഗം ചോദിക്കുക, കുറച്ച് കഴിയുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് സഹയോഗം തരൂ. പക്ഷേ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ വ്യക്തിഗതമായി ഓരോ ബിക്കെയും ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ടത് ഒറ്റ കാര്യമാണ്. ഏത് കാര്യമാണ്? ഫരിസ്ത ഫരിസ്ത ഫരിസ്ത. മാലാഖയാകണം, മാലാഖയാകണം, മാലാഖയാകണം. പിന്നീട് താങ്കൾ നോക്കൂ കാര്യങ്ങളെല്ലാം എത്ര വേഗം നടക്കുന്നുവെന്ന്. ആരുടെയും പിന്നാലെ നടക്കേണ്ടി വരില്ല. എല്ലാം നിഴല് പോലെ താങ്കളുടെ പിന്നാലെ വരും. കേവലം താങ്കളുടെ അവസ്ഥ നല്ലതായാൽ മതി. അവസ്ഥ കാരണമാണ് എല്ലാ തടസ്സങ്ങളും. അവസ്ഥ നന്നായ പറയില്ലേ ബാബ, വ്യവസ്ഥകളെല്ലാം നന്നാവും, എവർ റെഡിയാകും. കേവലം സ്വിച്ച് ഓൺ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അത്രത്തോളം സഹജമാകുന്ന പറയാ ബാബ. നാനാഭാഗത്തും ദേശവിദേശത്ത് സാകാര രൂപത്തിലും സൂക്ഷ്മ സ്വരൂപത്തിലും ഭഗവാനുമായി കൂടിക്കാഴ്ച നടത്തുന്ന സ്വരാജ്യാധികാരികളായ മക്കൾക്കെല്ലാം സദാ ശ്രേഷ്ഠ അധികാരത്തിലൂടെ, സ്വരാജ്യ അധികാരത്തിലൂടെ തൻ്റെ ചലനങ്ങളിൽ മുഖത്തിലൂടെയും ഭഗവാന്റെ പ്രത്യക്ഷത നടത്തുന്ന വിശേഷാത്മാക്കൾക്ക്, സദാ ബാപ്താതെ ഓരോ ചൂടിലും ഫോളോ ചെയ്യുന്ന മക്കൾക്ക്, സദാ മനസ്സുകൊണ്ട് ശുദ്ധവും ബുദ്ധി കൊണ്ട് സ്പഷ്ടതയോടും കൂടി തീവ്ര പുരുഷാർത്ഥം സ്വതവേ ചെയ്യുന്ന മക്കൾക്ക്, സദാ ബാബയോടൊപ്പം ഇരിക്കുകയും ബാബയോടൊപ്പം പോകുകയും ചെയ്യുന്ന ഡബിൾ ലൈറ്റ് മക്കൾക്ക് ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും നമസ്കാരവും. ബാപ്ദാദയ്ക്കും മക്കളായ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും ഓർമ്മകളും നമസ്കാരവും. വരദാനം. സാധനവും കോ നിർലേപ ന്യാരേപൻ. സാധനങ്ങളെ നിർലേപ സ്ഥിതിയിലും നിർമോഹി സ്ഥിതിയിലും ഇരുന്ന് കാര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ബേഹദ് കെ വൈരാഗി ഭവ. പരിധിയില്ലാത്ത വൈരാഗിയായി ഭവിക്കട്ടെ. പരിധിയില്ലാത്ത വൈരാഗി അർത്ഥം കിസി മേ ലഗാവ് നഹി, ആരോടും മോഹമില്ല. സദാ ബാബ കെ പ്യാരെ, സദാ ബാബയുടെ സ്നേഹി. ഏ പ്യാരാപ്പൻ ഹി ന്യാരാ ബനാത്ത ഹെ. ഈ സ്നേഹി സംസ്കാരമാണ് നിർമോഹിയാക്കുന്നത്. ബാബ കാ പ്യാരാ നഹി തോ ന്യാരാ ബി നഹി ബൻ സക്തേ. ബാബയോട് സ്നേഹമില്ലെങ്കിൽ നിർമോഹിയാകാനും കഴിയില്ല. ലഗാവുമേ ആ ജായെങ്കെ, അവർ മോഹത്തിൽ കുടുങ്ങും. ജോ ബാബ കാ പ്യാരാ ഹെ വോ സർവ ആകർഷണവും സെ പരേ ഹെ. ബാബയോട് സ്നേഹമുള്ള മക്കൾ മറ്റെല്ലാ ആകർഷണങ്ങളിൽ നിന്നും സദാ ഉപരിയായിരിക്കും. നിയമങ്ങൾ ബാബ കണക്ട് ചെയ്യണം. അർത്ഥാത് ന്യാരാ ഹോഗ ഇസ്കോ ഹി കയത്തെ നിർലേപ സ്ഥിതി. പരമാത്മ സ്നേഹിയാണെങ്കിൽ അവശ്യം നിർമോഹിയായിരിക്കുന്നു പറയാ ബാബ. ഈ അവസ്ഥയുടെ പേരാണ് നിർലേപ സ്ഥിതി. കൊയ് ബി ഹദ് കെ ആകർഷൺ കി ലേപമേ ആനെ വാലേ നഹി. അവർ പരിധിയുള്ള ഒരു ആകർഷണങ്ങളിലും കുടുങ്ങില്ല. രചനാവ സാധനവും കോ നിർലേപ ഹോക്കർ. തൻ്റെ രചന അവരവരുടെ സൃഷ്ടിയായിട്ട് എന്തൊക്കെ സാധനങ്ങളും സാമഗ്രികളും വൈഭവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടോ, പ്രാപ്തികൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, അവ പിന്നെ എല്ലാം നിർലേപ സ്ഥിതിയിലെ കാര്യങ്ങളിൽ ഉപയോഗിക്കും. ഒന്നിലും പോയി ഒട്ടിപ്പിടിക്കില്ലേ പറയാ ബാബ. ഒട്ടിപ്പിടിക്കാതെ എല്ലാത്തിനെയും കാര്യങ്ങളിൽ ഉപയോഗിക്കും. ഐസെ ബേഹദ് കെ വൈരാഗി ഹി രാജഋഷി ഹെ. ഇപ്രകാരം പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി ആർക്കുണ്ടോ അവരാണ് രാജഋഷി. ശ്ലോകൻ. ദിൽ की सच्चाई सफाई हो तो साहिब राशि हो जाएगा. ഉള്ളുകൊണ്ട് സത്യതയും ശുദ്ധിയും ആർക്കുണ്ടോ, ഉള്ളുകൊണ്ട്
സത്യതയും ശുദ്ധിയും ആർക്കുണ്ടോ അവർക്ക് അവരുടെ അടുത്ത് ഭഗവാൻ സംപ്രീതനാകും. ഉള്ളിൽ സത്യതയും ശുദ്ധിയും ആർക്കുണ്ടോ അവർക്ക് പ്രഭുവിനെ പ്രീതിപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ എന്ത് മതി? ഹൃദയത്തിലെ സത്യതയും ശുദ്ധിയും. ഉള്ളിൻ്റെ ഉള്ളിൽ ക്ലിയർ ആയിരിക്കണം. സത്യതയും വേണം, ശുദ്ധിയും വേണം. ഓം ശാന്തി. ബാബയുടെ മധുര മഹാവാക്യം. ഇന്നത്തെ നമ്മുടെ പോയിന്റ് 9ാമത്തെ പോയിന്റ് കർമ്മയോഗത്തിൻ്റെ. ആപ് സബ്കോ ബാബ ദ്വാര ശുദ്ധ പ്രവൃത്തി മിലി ഹുയി ഹെ. താങ്കൾക്കെല്ലാവർക്കും ബാബയിലൂടെ ശുദ്ധമായ കുടുംബ ജീവിതം ജീവിക്കാനുള്ള വഴിയാണ് ലഭിച്ചിരിക്കുന്നത്. ബുദ്ധിക്ക് വേണ്ടത് ശുദ്ധസങ്കല്പമാണ്. ബുദ്ധിക്ക് വേണ്ടത് ശുദ്ധസങ്കല്പം. വാക്കുകൾ ശുദ്ധം. അപ്പോൾ ബാബയിലൂടെ ബാബ പറയണേ വാണിക്ക് വൃത്തി ഹേ ജോ ബാബ ദ്വാര സുന വോ സുനാന. ബുദ്ധി എങ്ങനെയായിരിക്കണം? ബുദ്ധിക്ക് ബാബ തന്നിരിക്കുന്ന ജോലി ശുദ്ധസങ്കല്പം. വാക്കുകൾക്ക് ബാബ തന്നിരിക്കുന്ന പണി എന്താണ്? ഭഗവാനിൽ നിന്ന് കേൾക്കുക, കേട്ടത് തന്നെ മറ്റുള്ളവർക്കും കേൾപ്പിക്കുക. കർമ്മ കി പ്രവൃത്തി, കർമ്മങ്ങൾക്ക് വേണ്ടി ബാബയുടെ ഡയറക്ഷനാണ്. കർമ്മയോഗിയായിരുന്ന ഓരോ കർമ്മവും ചെയ്യും. കമലപുഷ്പ സമാനം നിർമോഹിയും സ്നേഹിയുമായിരിക്കുക. ഓരോ കർമ്മത്തിലൂടെയും ബാബയുടെ ശ്രേഷ്ഠ കാര്യത്തെ പ്രത്യക്ഷപ്പെടുത്തുക. ഓരോ കർമ്മത്തിലൂടെയും ഭഗവാന്റെ ശ്രേഷ്ഠ കാര്യത്തെ പ്രത്യക്ഷപ്പെടുത്തുക. ചെയ്യുന്ന ഓരോ കർമ്മവും ചരിത്രമായി മാറണം. ഓരോ കർമ്മവും ചരിത്രമാകണം, ഹിസ്റ്ററി ആകണം. അത്ര ശ്രേഷ്ഠ ധർമ്മത്തിലിരുന്ന് കർമ്മം ചെയ്യണമെന്ന് പറയാ ബാബ. അതിസാമർത്ഥ്യം കാണിക്കരുത്. എവിടെയും അതിസാമർത്ഥ്യമല്ല കാണിക്കേണ്ടത്. പിന്നെ ബാബ എന്താ പറഞ്ഞേ? ധർമ്മത്തിലിരുന്ന് കർമ്മം ചെയ്ത് ഓരോ കർമ്മവും ഒരു ഹിസ്റ്റോറിക്, പറയാറില്ലേ നമ്മൾ, ഹിസ്റ്റോറിക് മൊമെൻ്റ്, ഇത് സുവർണ ചരിത്രമായി രേഖപ്പെടുത്തും എന്നൊക്കെ പറയില്ലേ. അപ്പം അത്ര ശ്രേഷ്ഠമായ കർമ്മങ്ങളാക്കി ഓരോന്നിനെ മാറ്റണം. ഓരോ കർമ്മവും ദിവ്യ ചരിത്രമായി മാറണം. അത് കർമ്മയോഗി ജീവിതത്തിലൂടെ കഴിയും. കർമ്മയോഗി സ്ഥിതിയിലിരുന്ന് കർമ്മം ചെയ്താൽ ആ കർമ്മങ്ങളെല്ലാം നല്ല ചരിത്രം, നല്ല ഹിസ്റ്ററി ഉണ്ടാക്കും. പക്ഷെ എന്ത് വേണം? അങ്ങനെ കർമ്മം ചെയ്യാൻ ആർക്കേ പറ്റുള്ളൂ? ബാബ എന്താ പറഞ്ഞേ? അതിന് വേണ്ടുന്ന ക്വാളിറ്റി ബുദ്ധി സദാ ശുദ്ധ സങ്കല്പത്തിൽ രമിക്കണം. വാക്ക് ഭഗവാനിൽ നിന്ന് കേൾക്കുന്ന മുരളിക്കനുസരിച്ചായിരിക്കണം നമ്മുടെ സംസാരം. കർമ്മം കർമ്മയോഗിയായിരുന്നു. അങ്ങനെയെങ്കിൽ എന്താ പറഞ്ഞ ബാബ? നിങ്ങളുടെ ഓരോ കർമ്മവും ചരിത്രമായി മാറും. ഇന്ന് നമുക്ക് മാതേശ്വരിയുടെ ജീവിതത്തിൻ്റെ പോയിന്റ് കേൾക്കാം. മമ്മക്ക ജീവൻ നാച്ചുറൽ ഥാ. മമ്മയുടെ ജീവിതം വളരെ സ്വാഭാവികമായിരുന്നു. ഉൻകാ സ്വഭാവ് ബഹുത് സരൾ ഥാ. സ്വഭാവം സരള സ്വഭാവമായിരുന്നു. മിഠാസ് തീ ഉൻകെ വ്യവഹാരമേ. പെരുമാറ്റം വളരെ മധുരമായിരുന്നു. ഉന്മേ സദാ യേ ഭാവ് രഹതാ ഥാ കി സബ്കോ ആകെ ബിഠായേ. മമ്മയുടെ ഉള്ളിലെ ഭാവന ഇതായിരുന്നു, എല്ലാവരെയും മുന്നിലേക്ക് ഉയർത്തണം, എല്ലാവരും ഉയരണം. മമ ഹരേക്ക് കി യോഗ്യത और വിശേഷത അനുസാർ ഹി. ഓരോ ആത്മാവിൻ്റെ വിശേഷതകൾ, യോഗ്യതകൾക്കനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നു. ജോ വോ സഹജ് കർ സക്കെ. വളരെ സഹജമായിട്ട് അവർക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഓരോ ആത്മാവിൻ്റെയും സ്പെഷ്യാലിറ്റിക്കനുസരിച്ച്, യോഗ്യതകൾക്കനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. ഓം ശാന്തി. അപ്പം അമ്മയുടെ മാസം നമുക്കെല്ലാവർക്കും അമ്മയുടെ ഓരോ ദിവസവും ഓരോ വിശേഷതകൾ പാപ്പ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. ഓരോ ദിവസം കേൾക്കുമ്പോഴും നമുക്ക് എന്താ ഓർമ്മ വേണം? എന്നെന്താ പറഞ്ഞേ? അമ്മയുടെ സ്വഭാവം സരളമായിരുന്നു. സരള സ്വഭാവി, വ്യവഹാരത്തിൽ മധുരത, പിന്നെ ആത്മാക്കളുമായി ഇടപഴകുമ്പോൾ ഓരോരുത്തരെയും തിരിച്ചറിഞ്ഞ് അവരവരുടെ യോഗ്യതകളെ തിരിച്ചറിഞ്ഞ് അവരവരുടെ വിശേഷതകളെ തിരിച്ചറിഞ്ഞ് ഓരോ കാര്യങ്ങളും സഹജമായി ചെയ്യാവുന്ന തരത്തിൽ ആത്മാക്കളെ കാര്യങ്ങൾ ഏൽപ്പിക്കുക.
ആർക്കെന്ത് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവരവരെ ഏൽപ്പിക്കുക, ഓരോരുത്തരുടെയും വിശേഷതകൾക്കനുസരിച്ച്. ഇതെല്ലാം നമുക്ക് നിത്യജീവിതത്തിൽ നമ്മുടെയും പ്രാക്ടിക്കൽ ലൈഫിൽ കർമ്മക്ഷേത്രത്തിൽ നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാനുള്ള ഓരോ വിശേഷ ധാരണകളാണ്. ഇന്ന് നമ്മളെല്ലാം ബാബയുടെ മഹായജ്ഞത്തിൻ്റെ ഓരോ ശാഖകൾ, ബാബ പറയില്ല, ഓരോ യജ്ഞകുണ്ഡം ഓരോ സ്ഥലത്ത് സ്ഥാപിക്കപ്പെടുമ്പോൾ ഇന്ന് കോട്ടായിലെ ബാബയുടെ സേവനത്തിനായി ഒരു സേവാസ്ഥാനം തയ്യാറായി. ബാബ ഉദ്ഘാടനം ചെയ്യുകയാണ്, നാടിന് സമർപ്പിക്കുകയാണ് ഒരു സ്ഥിര സേവാ കേന്ദ്രം. ആ നാടിൻ്റെ കൊട്ടായി, മാത്തൂര്, പെരിങ്ങോട്ടൂർ ഋഷി, പോടൂര് ആ ഭാഗത്തേക്ക് ബാബ ഒരു വിശേഷ സേവാസ്ഥാനം തരികയാണ്. അപ്പം നമുക്കറിയാമല്ലോ, പാലക്കാട് ടൗണിൽ ശിവജ്യോതി ഭവൻ, പിന്നെ PVR നഗറിൽ നമ്മുടെ കണിക്കുമാത സ്കൂളിൻ്റെ ഓപ്പോസിറ്റുള്ള ബാബയുടെ ശാന്തി സരോവരം സേവാ കേന്ദ്രം. അത് കഴിഞ്ഞാൽ ആ റൂട്ടിലിപ്പോൾ നമുക്ക് കൊട്ടായി പൂടൂർ റൂട്ടിൽ സേവാ കേന്ദ്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ബാബയുടെ ഒരു സേവാസ്ഥാനം, സ്ഥിരം സേവാസ്ഥാനം, ഈശ്വരീയ മഹായജ്ഞത്തിൻ്റെ ഒരു യജ്ഞകുണ്ഡം സ്ഥാപിക്കപ്പെടുകയാണ്. ബ്രാഹ്മണരായ നമ്മളെയാണ് ബാബ യജ്ഞത്തിൻ്റെ കാർമ്മികത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. പവിത്രമായ ജീവിതം ജീവിക്കുന്ന ബ്രഹ്മകുമാർ കുമാരിമാർ, നമ്മുടെ ഓരോരുത്തരുടെയും ശ്വാസം, സമയം, സങ്കല്പം, ശരീരം, മനസ്സ്, ധനം കൊണ്ട് വേണം ഈശ്വരീയ യജ്ഞ കാര്യങ്ങൾ നടക്കാൻ. അതുകൊണ്ട് ആ പ്രദേശം മുഴുവൻ പെരിങ്ങോട്ടൂർ ഋഷി വരെ വളരെയധികം ജനസാന്ദ്രതയുള്ളൊരു ഏരിയയാണ്. അപ്പം അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ശുഭസങ്കല്പം വയ്ക്കാം, ബാബയെ ക്ഷണിക്കാം സ്നേഹത്തോടെ. ബാബയുടെ കാര്യമാണ്. ബാബ എന്ന് പറഞ്ഞില്ലേ, എവിടെയൊക്കെ സേവനം നടക്കുന്നു എല്ലായിടത്തും ബാബ ചുറ്റിക്കറങ്ങുന്നുണ്ട്. ബാബയുടെ കാര്യം ബാബ ചെയ്യിക്കുകയാണ്. എങ്കിലും നമുക്ക് മക്കൾക്ക് ബുദ്ധിയോഗ ബലം കൊണ്ട് ബാബയെ മനസ്സുകൊണ്ട് യജ്ഞഭൂമിയിലേക്ക് വിളിച്ച് ബാബ്ദാദ മക്കൾക്കെല്ലാം ആശീർവാദം കൊടുത്തുകൊണ്ട് ബാബയുടെ കാര്യത്തെ ബാബ തന്നെ നാടിൻ്റെ സേവയ്ക്ക് സമർപ്പിക്കുന്നത് മനസ്സിൽ സങ്കല്പം കൊണ്ട് നമുക്ക് വൈബ്രേഷൻ കൊടുക്കാം. ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും വഴി എറിയുന്നുണ്ടാവും വരാൻ. പ്രോഗ്രാം, പബ്ലിക് പ്രോഗ്രാം 10 മണിക്കാണ് തുടങ്ങുക. BK പ്രോഗ്രാമെല്ലാം നേരത്തെ തുടങ്ങും. 9:30 തൊട്ട് 10 മണി വരെ പ്രോഗ്രാമാക്കും. വഴി നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രൂപ്പിൽ ലൊക്കേഷൻ മാപ്പ് ഇട്ടിട്ടുണ്ട്. അത് പുളിന്തറ ജംഗ്ഷനിൽ നിന്ന്, കോട്ടായി പുളിന്തറയിൽ നിന്ന് കരിയങ്കോട് റോഡാണ്. കരിയങ്കോട് റോഡിലായിട്ടാണ് സെൻറ്റർ വരണേ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ലൊക്കേഷൻ മാപ്പ് വേണ്ടവർ നോക്കൂ. നമ്മുടെ കരിയങ്കോട് റോഡിൽ ഒരു സ്കൂളുണ്ട്, വിശ്വഭാരത് സ്കൂൾ. ആ സ്കൂളിൻ്റെ തൊട്ടാണ് ബാബ വീട്. ബാബയുടെ ഓർമ്മയിലിരിക്കാം. സർവശക്തിവാൻ ബാബ് ദാദാ, ശിവബാബ തൻ്റെ സർവശക്തികളുടെ കിരണങ്ങൾ അനന്തമായ പരമേശ്വര കിരണങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ട് സ്വയം ഭഗവാൻ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. ബ്രഹ്മാരഥത്തിലൂടെ ബാബ്ദാദയുടെ ദൃഷ്ടി യജ്ഞഭൂമിയിലേക്ക്, മഹത്തായ ഈശ്വരീയ യജ്ഞത്തിൻ്റെ ശാഖ ബാബയുടെ വീട്
കൊട്ടായി സേവാസ്ഥാനത്തേക്ക് ബാപ്ദാദ സ്വയം ഇറങ്ങി വന്ന് ലൈറ്റും മൈറ്റും നിറയ്ക്കുകയാണ്. സ്വയം പ്രാണന് തുല്യം പ്രിയങ്കരനായ ഭഗവാൻ ബാബയുടെ പരമചൈതന്യം പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ്. ബാബയുടെ കിരണങ്ങൾ ശക്തികളുടെ പ്രകാശമായി ബാബ വീട്ടിൽ നിന്ന് ചുറ്റുപാടുമുള്ള പ്രദേശം മുഴുവൻ നാട് മുഴുവൻ ഓരോ വീടുകളിലേക്കും ബാബയുടെ ലൈറ്റും മൈറ്റും ഒഴുകി ശാന്തിയുടെ ശീതളകിരണങ്ങളുടെ അനുഭവം സർവാത്മാക്കൾക്ക് ലഭിക്കുകയാണ്. ശാന്തിയുടെ സാന്ത്വന കേന്ദ്രം, ഭഗവാന്റെ അഭയകേന്ദ്രം, ശരണാഗതി അടയാനുള്ള ഭഗവാന്റെ മടിത്തട്ട് മക്കൾക്കെല്ലാം സമർപ്പിക്കുകയാണ് ബാബ. ജന്മജന്മാന്തര ഭക്തിക്ക് ഫലം തരാൻ ഞാൻ സ്വയം വന്നിരിക്കുകയാണ്. ഭക്തിയുടെ ഫലമാണ് ജ്ഞാനം. ജ്ഞാനത്തിലൂടെ മുക്തിയും ജീവൻ മുക്തിയും ലഭിക്കുകയാണ്. ഗതിയും സദ്ഗതിയും നൽകാൻ സദ്ഗതി ദാതാവ്
സ്വയം ബാബ വന്നിരിക്കുകയാണ്. മക്കളായി നിങ്ങളെല്ലാം ബാബ നൽകുന്ന ഈ രാജയുഗത്തിൻ്റെ വിദ്യ സ്വന്തമാക്കും. കുടുംബസമേതം മംഗളകാരി ജീവിതം ജീവിക്കൂ. അനേകർക്ക് മംഗളം ചെയ്യുന്നവരാകും. എല്ലാ കുടുംബങ്ങളും ശിവകുടുംബങ്ങൾ, ബാബയുടെ കുട്ടികൾ, ബാബയുടെ മക്കൾ, ഭഗവാന്റെ മക്കളെന്ന ഉയർന്ന മംഗളകാരി ഭാവനയോടെ ജീവിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. ഓം ശാന്തി. तेरा सब कुछ